പട്ടം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകർക്കെതിരെ കൂട്ട നടപടി. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്ന പിതാവിന്റെ പരാതിയിലാണ് നടപടി. പ്രിൻസിപ്പലിനെയും പ്രധാന അധ്യാപികയെയും സ്ഥലം മാറ്റാനും മറ്റു 3 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തുമാണ് ഉത്തരവ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടേതാണ് നടപടി. UP സെക്ഷനിൽ പഠിപ്പിക്കുന്ന മദനൻ എന്ന അധ്യാപകൻ എന്നെ പുറകിൽ നിന്ന് വന്ന് അടിച്ചു. അപ്പോൾ ഞാൻ എന്തിനാ സാറേ അടിച്ചതെന്ന് ചോദിച്ചു തിരിഞ്ഞതും അടിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു പിന്നെ അടിച്ചു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇനി അടിച്ചാൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കോടറിൽ പിടിച്ച് നിലത്ത് തള്ളിയിട്ടു. നിലത്ത് കിടന്ന് എന്നെ അവിടെ ഇട്ട് അടിച്ചു. അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നെ 2 പ്രാവശ്യം അടിച്ചു. ജനുവരി 22-നായിരുന്നു കുട്ടിയെ സ്കൂളിലെ അധ്യാപകൻ ശാരീരികമായി ഉപദ്രവിച്ചത്. പിന്നീട് ക്ലാസ് റൂം ഉൾപ്പെടെ പലയിടങ്ങളിൽ വെച്ച് കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്നുമായിരുന്നു പരാതി. വിഷയത്തിൽ പ്രിൻസിപ്പാൾ, പ്രധാനാധ്യാപിക എന്നിവരെ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിലേക്ക് മാറ്റാനും ക്ലാസ് ടീച്ചറെയും കണക്ക് മലയാളം അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്യാനുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. സ്കൂളിലെ ഫീസുമായി ബന്ധപ്പെട്ടും മറ്റു വിഷയങ്ങളും കുട്ടിയുടെ പിതാവിന് സ്കൂളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇതിനാലാണ് കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചതെന്നാണ് പിതാവ് ആരോപിക്കുന്നത്. സെന്റ് മേരീസ് സ്കൂളിലെ 2 പ്രാക്ടീസസ് ഞങ്ങൾ ചോദ്യം ചെയ്തതാണ്. ഒന്ന്, സ്കൂളിലെ അനധികൃതമായിട്ടുള്ള ഫീസ് പിരിവ്. വെറും 25 രൂപ മാത്രം സർക്കാർ ഫീസ് ഈടാക്കേണ്ട സ്കൂളിൽ എല്ലാ വർഷവും 12,000-ഓളം വരുന്ന കുട്ടികളിൽ നിന്നും 1,400 രൂപ വീതം, അത് SC/ST കുട്ടികൾ ഉൾപ്പെടെ അവർക്ക് 100 രൂപയുടെ സൗജന്യം ഉണ്ടെന്ന് മാത്രം ഫീസ് പിരിക്കാറുണ്ട്. ഈ ഫീസ് പിരിവ് ചോദ്യം ചെയ്തത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ഏതാണ്ട് 2 കോടി രൂപയോളം അടുത്ത് ഈ കുട്ടികളിൽ നിന്നുള്ള പിരിവാണ് എല്ലാ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അത് ക്യാഷായിട്ട് മാത്രമേ സ്വീകരിക്കൂ, അക്കൗണ്ട് പേ ആയിട്ട് സ്വീകരിക്കില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് യൂണിറ്റിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും ബാലാവകാശ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. അതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കീഴിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.